ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അക്ഷുസ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ ആണ്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കാം, ഇതൊരു ക്യാരറ്റ് ഓയിലിൻ്റെ വീഡിയോ ആണ്. ക്യാരറ്റ് ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഒരു വീഡിയോയിൽ ഖുഷ്ബു മാം അടക്കം ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അവർ യൂസ് ചെയ്ത് ഇങ്ങനെ പുറത്ത് വീഡിയോ വന്നതിന് ശേഷം ഇത് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സ്കിൻ കെയറിൽ ഇത് ആഡ് ചെയ്യണത് ഭയങ്കര നല്ലതായിരിക്കും. എല്ലാവരും പറയും സ്കിൻ കെയർ ഒന്നും ഇല്ല, എനിക്ക് അതെന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്. ഒന്നുമില്ല, ഡെയിലി ഒന്ന് കുളിക്കുന്നതിന് മുന്നേ മുഖത്ത് തേച്ച് മസാജ് ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്ത് കളയുക. എല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കിടക്കുമ്പോൾ കൈകാലം മുഖം കഴുകിയിട്ടാണ് പോലെ കിടക്കാറ്. അപ്പോൾ ഒരു 10 മിനിറ്റ്സിൻ്റെ മുന്നേ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൈൽഡായിട്ടുള്ളൊരു സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. എല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടിൽ കടലമാവ് എടുത്ത് അതും കൊണ്ട് വാഷ് ചെയ്ത് കളയുക. ഇതിന് ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിനെ സ്മൂത്തും ബ്രൈറ്റും ആക്കും. അതേപോലെ എല്ലാവർക്കും ഉള്ള മെയിൻ പ്രോബ്ലമാണ് പിമ്പിൾസ് വന്നാൽ തന്നെ നമ്മൾ ചിലർ അമ്മമാർ പറയും പിമ്പിളിൽ കൈ വയ്ക്കേണ്ട, ബ്ലാക്ക് ആവും എന്ന്. പക്ഷെ നമ്മൾ കൈ വെക്കാണ്ടിരുന്നാലും അത് ബ്ലാക്ക് ആവും. അപ്പോൾ ആ ഡാർക്ക് സ്പോട്ട്സും അൺഈവൻ സ്കിൻ ടോണും എല്ലാം ഇത് മാറ്റിത്തരും. പക്ഷേ ഇത് നമ്മൾ ഒരു ദിവസം മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഡെയിലി അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രിയെങ്കിലും കിടക്കാൻ പോകുന്നതിന് മുന്നേ എങ്കിലും ഇത് തേച്ച് കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾക്ക് നമ്മുടെ സ്കിന്നിലേക്ക് കാണാം. എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ, കോക്കനട്ട് ഓയിൽ മാത്രം ഞാൻ യൂസ് ചെയ്യാനുള്ള, ആൽമണ്ട് ഓയിൽ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, കോമൺ ആയിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ ഒരു 1/4 ലിറ്ററോ ഇല്ല 1/2 ലിറ്ററോ അവരവൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് എടുക്കാം. എന്താ പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതിലേക്കൊരു 3-4 ക്യാരറ്റ് അരച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിലൊഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ ക്യാരറ്റ് അരച്ചതായിരുന്നു, ഇപ്പോൾ കുറച്ച് അത് നല്ലപോലെ ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഈ ബ്രൗൺ കളറായി വരണം, അത് നല്ലപോലെ മുരിഞ്ഞ് വരണം. എന്നാലേ നമുക്ക് ഈ ഓയിൽ ടോട്ടലായിട്ട് ആയിക്കഴിഞ്ഞു എന്ന് അറിയുള്ളൂ. നമ്മൾ നോർമലി എല്ലാവരും ഹെയർ ഓയിൽ ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഇത് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം. മുരിഞ്ഞ് കിട്ടിയാൽ തന്നെ നമ്മൾക്ക് അറിയാം എന്നുള്ളത്. നല്ലൊരു ഗോൾഡൻ കളറിലായിരിക്കും ഇതിൻ്റെ ഒരു ഓയിൽ, ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളർ. എല്ലാവരും ഇതിനെ ഒരു ഗോൾഡൻ ഓയിൽ എന്നൊക്കെയാണ് പറയാറ്. നമ്മൾ ഇത് നല്ല ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഡെയിലി ഒരു കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നല്ലപോലെ ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നമ്മുടെ ഈ നോസിൻ്റെ അവിടെ, ഈ ചുണ്ടിൻ്റെ താഴെ എല്ലാവിടെയും നല്ലപോലെ. നോസിൻ്റെ അവിടെയൊക്കെ നമ്മൾ കുറച്ച് നേരം ചെയ്യുമ്പോൾ തന്നെ ചിലർക്ക് ഈ ബ്ലാക്ക് എഡ്ജ് വൈറ്റ് എഡ്ജ് ഉണ്ടാവണത് നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞതായിട്ട് ഒരു തരി പോലെ ഒരു സാധനം ഇങ്ങനെ കയ്യിൽ വരും. അത് ആ ബ്ലാക്ക് എഡ്ജ് വൈറ്റ് എഡ്ജ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷും കൊണ്ട് വാഷ് ചെയ്തിട്ട് വരിക. 10 മിനിറ്റ്സ് മാക്സിമം, ഒരു 10 മിനിറ്റ്സ് ഇത് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് 10 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ അങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അത്രയും മതി, ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല. എൻ്റെ ഓയിലി സ്കിന്നാണ്, അപ്പം ഞാൻ കുറച്ച് നേരം വെക്കുള്ളൂ, 10 മിനിറ്റ്സ് വെക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, പക്ഷെ നല്ല സ്മൂത്തും നല്ല സോഫ്റ്റായിട്ടുണ്ട് എൻ്റെ സ്കിന്ന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കമൻറ്റിൽ അറിയിക്കണം ഫ്രണ്ട്സ്. ബൈ, താങ്ക് യു, ഫോളോ ഫോർ മോർ.